ആനയുടെ മുഖാകൃതിയും കാഴ്ചയിൽ തന്നെ അറപ്പും വെറുപ്പും ഒക്കെ തോന്നിക്കുന്ന ഒരു രൂപവും അതേപോലെ തന്നെ ഡ്രാക്കുള കഥകളിൽ നിന്നൊക്കെ കിട്ടിയിരിക്കുന്ന പലതരത്തിലുള്ള ഭയാനകമായിട്ടുള്ള ഓർമ്മകളും ഒക്കെ കൂടിയിട്ട് പണ്ടേ നമുക്ക് വവ്വാലുകളോട് പ്രത്യേകമായിട്ടുള്ള ഒരു അറപ്പ് തന്നെയാണ്. അതിനടുത്ത് കാണുന്നതൊന്നും ആർക്കും ഇഷ്ടമല്ല. അതുപോലെ പലതരത്തിലുള്ള മാരക രോഗങ്ങളായിട്ടുള്ള കോവിഡും നിപ്പയും ഒക്കെ മനുഷ്യരിലേക്ക് എത്തിച്ചത് ഈ വവ്വാലുകളിൽ നിന്നാണ്. അവയുടെ റിസർവുകളാണ്. ലക്ഷക്കണക്കിന് വർഷമായിട്ട് അവരുടെ ഉള്ളിൽ ഇതുണ്ടെന്നും അത് പുറത്തു ചാടിയതാണ്. നമുക്കൊക്കെ ഇത്തരത്തിലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ വരാൻ തുടങ്ങി എന്നൊക്കെയുള്ള പുതിയ അറിവ് കൂടി ആയതോടുകൂടിയിട്ട് നമ്മൾ നമ്മുടെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ വെറും ശല്യക്കാരാണ്, ഇവരെ കൊണ്ട് വേറൊരു ഉപകാരവും ഇല്ല എന്നാണ് പലരും കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ മൊത്തമായിട്ട് ഇല്ലാതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ എന്ന് കരുതുന്ന ശുദ്ധ മനസ്കരും കൂടിയുണ്ട്. അവ എത്രയോ കൊല്ലമായിട്ട് ചേക്കേറുന്ന വൻമരങ്ങളും കാവുകളും ഒക്കെ മുറിച്ച് നീക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവയുടെ ശല്യം ഒഴിവാകുമല്ലോ എന്ന് ചിലരൊക്കെ കരുതുന്നുണ്ട്. സത്യത്തിൽ അതിൽ വലിയ ഒരു അപകടമാണുള്ളത്. അല്ലെങ്കിൽ പണ്ടേ മനുഷ്യർക്കൊന്നും ഇഷ്ടമില്ലാത്തൊരു ജീവിയാണിത്. ഈ പ്രേത രക്തരക്ഷസ് കഥകളിലൊക്കെ ഏത് ഭാഷയിലുള്ളതായാലും ഇന്ത്യയിലായാലും വിദേശത്തായാലും ഒക്കെ ഒരു കടവാതിൽ ചിറകടിച്ച് പറക്കുന്ന ഒരു ദൃശ്യം ഉറപ്പാണ്. സിനിമകളിലൊക്കെ പ്രേതകഥകൾക്ക് ഒരു പഞ്ച് കിട്ടണമെങ്കിൽ നിലാവുള്ള ഒരു രാത്രി ചന്ദ്രൻ്റെ പശ്ചാത്തലത്തിൽ പറന്നു പോകുന്ന വവ്വാലുകളുടെ ഒരു കൂട്ടം എന്തായാലും കാണിക്കണം. മനുഷ്യർ പരിണമിച്ചുണ്ടായിട്ട് വളരെ കുറച്ച് ലക്ഷം വർഷങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളെങ്കിലും 50 ലക്ഷം വർഷം മുമ്പേ ഒക്കെ പരിണമിച്ചുണ്ടായവരാണ് വവ്വാലുകൾ. പക്ഷേ എന്നാലും നമ്മൾ മനുഷ്യരും വവ്വാലുകളുമായിട്ടുള്ള സമ്പർക്കത്തിലായിട്ട് ഒരു 10,000 വർഷത്തിൽ കുറവ് മാത്രമേ ആയിട്ടുണ്ടാവുള്ളൂ. നമ്മൾ അവയെ പിടിച്ച് ഭക്ഷണമാക്കിയിട്ടുണ്ടാവും ആ കാലങ്ങളിൽ. എന്നാൽ കൗതുകരമായിട്ടുള്ള ഇന്ന് നമുക്ക് വളരെ പേടി സ്വപ്നമായിട്ടുള്ള പല വൈറസുകളും ഈ ലക്ഷക്കണക്കിന് വർഷം മുമ്പേ തന്നെ ഇവരോടൊപ്പം തന്നെ കൂടി പരിണമിച്ചവയാണ്. അവർക്ക് പ്രശ്നമോ രോഗമോ ഒന്നും ഉണ്ടാക്കാതെ തലമുറകളിലൂടെ അവരുടെ കൂടെ തന്നെ ഉള്ളിൽ കഴിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ കടന്നു പോകുന്നവയാണ് ഈ വൈറസുകളൊക്കെ. ഇത്തരത്തിലുള്ള മാരകമായിട്ടുള്ള വൈറസുകൾ ഉള്ളിലുണ്ടായിട്ടും ഈ വവ്വാലുകൾക്ക് എന്തുകൊണ്ടാണ് രോഗമൊന്നും പെടാത്തത്, അവയൊന്നും ചത്തുപോകാതെ എന്നുള്ളത് ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. അതും ഇവ ഒന്നിച്ച് പരിണമിച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്. അതിനെപ്പറ്റിയുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൗതുകരമായിട്ടുള്ള കാര്യം, ഈ ഇവരുടെ പല്ലുകൾ ഒരു കാലത്ത് കറൻസി ആയിട്ട് ഉപയോഗിച്ചിരുന്നു. പ്രസവ സമയത്ത് തന്നെ അവയുടെ വായിൽ പല്ലുകൾ ഉണ്ടാവും. ആ പാൽപ്പല്ലുകളൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഒരു 140 ദിവസം ആകുമ്പോഴത്തേക്ക് പൊഴിഞ്ഞു പോകും. എന്നിട്ട് പെർമനൻ്റ് ടീത്തുകൾ, സ്ഥിരദന്തങ്ങൾ അതിലുണ്ടാവും. 20 പല്ലുകളാണ് സാധാരണ ഉണ്ടാകുക. പ്രധാനമായിട്ടും 2 തരം ബാറ്റുകൾ ഉണ്ടെന്ന് പറയാം. ഫ്രൂട്ട് ബാറ്റുകൾ എന്ന് വിളിക്കുന്ന വലിയ മെഗാ ബാറ്റുകൾ. അപ്പോൾ പ്രധാനമായിട്ടും ഭക്ഷണമാക്കുന്നത് പഴവും തേനും പൂമ്പൊടിയും അതുപോലെ ഇലകളും ഒക്കെ ആയിട്ടാണ്. എങ്കിലും അവയും ചിലപ്പോഴൊക്കെ പ്രാണികളെയൊക്കെ ഭക്ഷിക്കും. അതേസമയം ചെറിയ ബാറ്റുകൾ എന്ന് പറയുന്ന മൈക്രോ ബാറ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് അവ കാര്യമായിട്ടും ഭക്ഷണമാക്കുന്നത് പലതരത്തിലുള്ള പ്രാണികളെയും ഷഡ്പദങ്ങളെയും ഒക്കെയാണ്. ഈ കഴിച്ച ഭക്ഷണമൊക്കെ 12 മിനിറ്റ് കൊണ്ട് തന്നെ ദഹിച്ച് വിസർജിക്കാനും തുടങ്ങും. ദഹനവ്യൂഹത്തിൽ സീക്കം, അപ്പൻഡിക്സ് എന്ന് പറയുന്ന പോലെയുള്ള കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നേരെ ഭക്ഷണം ദഹിക്കുക, പുറത്തേക്ക് കളയുക എന്നുള്ളതാണ്. വെർട്ടിബ്രേറ്റ്സ് എന്ന് വിളിക്കുന്ന നട്ടലുള്ള ജീവികളുടെ വിഭാഗത്തിൽപ്പെട്ട പ്രസവിച്ച് മുലയൂട്ടി കുഞ്ഞുങ്ങളെ വളർത്തുന്ന ജീവികളെയാണല്ലോ സസ്തനികൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. അവയിൽപ്പെട്ടവയാണല്ലോ വവ്വാൽ. പറക്കാൻ കഴിയുന്ന ഏക സസ്തനി കൈറോപ്റ്ററ വിഭാഗത്തിൽപ്പെടുന്ന ഈ വവ്വാലുകളാണ്. ബാക്കി ചിലതൊക്കെ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്യുന്നൊക്കെ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ പറക്കുക എന്ന് പറയുന്ന പക്ഷികളെ പോലെ തന്നെ പറക്കാൻ കഴിയുന്ന ഏക സസ്തനി വവ്വാലാണ്. വാവൽ വവ്വാൽ, കടവാതില്, കടവവ്വാൽ, നരിച്ചീറ്, പാർഗാടൻ ചാത്തൻ എന്നൊക്കെ പല പേരുകളിൽ പ്രാദേശികമായിട്ട് ഇവയെ വിളിക്കാറുണ്ട്. പറക്കാനായിട്ട് പക്ഷികളെ പോലെയുള്ള അനുകൂലനങ്ങളൊന്നും ഇവർക്കില്ല. തൂവലുകളില്ല, ചെറുകളിലില്ല, എറോഡൈനാമിക് ആയിട്ടുള്ള ശരീര രൂപമില്ല. മുൻകാലുകളിലെ നീളമുള്ള വിരലുകൾക്കിടയിലുള്ള പെറ്റാജിയം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ചിറകായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. പറക്കാനുള്ള ഈ കഴിവുള്ളതുകൊണ്ട് തന്നെ അന്റാർട്ടിക്കയിലെ ചില ദ്വീപുകൾ ഒഴിച്ചിട്ട് ഭൂമിയിലെ സർവ്വ സ്ഥലങ്ങളിലും എത്തിയ ഏക സസ്തനിയും ഇവരായിരിക്കും. ലോകത്തുള്ള ആകെ സസ്തനികളുടെ 22% വവ്വാലുകളാണ്. 1400ഓളം സ്പീഷീസ് വവ്വാലുകളെ ഇതുവരെയായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനിയും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. പ്രധാനമായിട്ടും 2 വിഭാഗം ബാറ്റുകളാണുള്ളത്. പഴം ഭക്ഷണമായിട്ടുള്ള മെഗാ ബാറ്റുകൾ എന്ന് വിളിക്കുന്ന വലിയ വവ്വാലുകൾ, ശബ്ദപ്രതിധ്വനി ഉപയോഗിച്ചുകൊണ്ട് കൂരിരുളിലും ഒക്കെ ഷഡ്പദങ്ങളെയൊക്കെ രാത്രി പിടിച്ച് ജീവിക്കുന്ന ഷഡ്പദഭോജികളായിട്ടുള്ള മൈക്രോ ബാറ്റുകൾ എന്ന് വിളിക്കുന്ന നരിച്ചീറുകളും. അതേപോലെ തേൻകുടിയന്മാരായിട്ടുള്ള ചെറിയ വവ്വാലുകളും ധാരാളം ഉണ്ട്. അപൂർവമായിട്ട് മനുഷ്യരുടെ അടക്കം അതേപോലെ വലിയ കന്നുകാലികളുടെയൊക്കെ രക്തം കുടിക്കുന്ന വാമ്പയർ ബാറ്റുകൾ എന്ന് പറയുന്ന തരം ബാറ്റുകളുണ്ട്. മീനുകളെ പിടിക്കുന്ന ബാറ്റുകളുണ്ട്. ഇവയൊക്കെ അമേരിക്കൻ
വൻകരയിൽ മാത്രം കാണപ്പെടുന്ന മൈക്രോ ബാറ്റുകളുടെ കൂട്ടത്തിൽപ്പെടുന്നവരാണ്. ഈ ബാറ്റുകളുടെ ഭൂരിഭാഗവും രാത്രി സഞ്ചാരികളാണ്. ഭക്ഷണം തേടുന്നതൊക്കെ രാത്രിയാണ്. പകൽ സമയങ്ങളിലൊക്കെ മരക്കൊമ്പുകളിലും അതുപോലെ തന്നെ ഒഴിഞ്ഞ കെട്ടിടങ്ങളുടെ ഉള്ളിൽ, ഗുഹകളുടെ ഉള്ളിൽ, പാലങ്ങളുടെ അടിയിൽ, ആൾതാമസമില്ലാത്ത കെട്ടിടങ്ങളുടെ മച്ചുകളിൽ തുടങ്ങിയ സുരക്ഷിത സ്ഥാനങ്ങളിൽ തലകീഴായിട്ട് ഞാനൊന്ന് കിടക്കുകയാണ് ചെയ്യുക. ഏറ്റവും വലിപ്പം കൂടിയ വവ്വാലുകളായിട്ട് കണക്കാക്കപ്പെടുന്നത് ഫിലിപ്പീൻസിൽ നിന്നുള്ള ജൈന്റ് ഗോൾഡൻ ക്രൗണ്ട് ഫ്ലൈയിങ് ഫോക്സ് എന്ന് വിളിക്കുന്ന ഫ്രൂട്ട് ബാറ്റുകളാണ്. അതിന് 1.6 കിലോഗ്രാം വരെ ഭാരം ഉണ്ടാവും. ചിറക് വിടർത്ത് വീതി 1.7 മീറ്ററോളം ഉണ്ടാവും. എന്നാൽ തായ്ലൻഡിലും മ്യാൻമറിലും ഉള്ള ചുണ്ണാമ്പ് ഗുഹകളിൽ കാണപ്പെടുന്ന കിറ്റിയുടെ പന്നിമൂക്കൻ വവ്വാലുകൾ എന്ന് വിളിക്കുന്ന ചെറിയ നരിച്ചീറുകളാണ് വലിപ്പത്തിൽ ഏറ്റവും ചെറുത്. 1 ഇഞ്ചിനടുത്ത് മാത്രമാണ് ഇവയുടെ വലിപ്പം. ആകെ 2-3 ഗ്രാമിനടുത്തുള്ള ഭാരവും മാത്രമേ ഉണ്ടാവുള്ളൂ. പഴങ്ങൾ തിന്ന് ജീവിക്കുന്ന ഫ്രൂട്ട് ബാറ്റുകൾ നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ വലിയ നാശനഷ്ടങ്ങളൊക്കെ വരുത്തുന്നുണ്ടെങ്കിൽ കൂടി 100 കണക്കിന് ഇനം സപുഷ്പി സസ്യങ്ങളുടെ പരാഗണം സഹായിക്കുന്നത് ഈ ബാറ്റുകളാണ്. അല്ലാതെ എല്ലാ സസ്യങ്ങളുടെയും പരാഗണം മുഴുവൻ തേനീച്ചകളുടെ കുത്തകയൊന്നും അല്ല. അതുപോലെ തന്നെ വിത്ത് വിതരണത്തിലും പ്രധാനപ്പെട്ട റോള് ഇവർക്കുണ്ട്. ഭാരമുള്ള വിത്തുകളുള്ള പഴങ്ങളടക്കം കൊത്തിക്കൊണ്ടുപോയിട്ട് വളരെ ദൂരെയുള്ള അതിൻ്റെ റോസ്റ്റിംഗ് സൈറ്റുകളിൽ എത്തിക്കുന്നത് വളരെ സാധാരണമാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സ്വന്തം പറമ്പിൽ ഒരു കശുമാവ് പോലും ഇല്ലെങ്കിലും ചില മരങ്ങളുടെ കീഴിൽ നിന്ന് കിലോ കണക്കിന് കശുവണ്ടി ലഭിക്കുന്ന ചില ഭാഗ്യവന്മാരും ഉണ്ട് ഇവരെ കൊണ്ട്. അതുപോലെ ഉപദ്രവകാരികളായിട്ടുള്ള പലതരത്തിലുള്ള കീടങ്ങളെയും ഷഡ്പദങ്ങളെയും ഒക്കെ കൊന്നു തീർത്ത് അവയുടെ എണ്ണ നിയന്ത്രിക്കുന്നതിലും ബാറ്റുകൾക്ക് വലിയൊരു റോളുണ്ട്. കൊതുകുകളെയും നിശാശലഭങ്ങളെയും പലതരത്തിലുള്ള തുള്ളന്മാരെയും ഒക്കെ പിടിച്ചു തിന്നുന്നത് ഇവരാണ്. കൂടാതെ ചിതലുകളുടെ സ്വാമിങ് എന്ന് പറയുന്ന കൂട്ടപ്പറക്കലാണല്ലോ ഈയാമ്പാറ്റകൾ എന്ന് വിളിക്കുന്നത്. അത്തരത്തിലുള്ള ഈയാമ്പാറ്റ കൂട്ടങ്ങളുടെ ധാരാളമായിട്ട് തിന്നുന്നത് ബാറ്റുകളാണ്. ചതൽ കോളനികൾ കൂടുതൽ ഉണ്ടാകാതെ നമ്മളെ സഹായിക്കുന്നത് വവ്വാലുകളാണ്. അപ്പോൾ ഇവയൊക്കെ കൂടിയിട്ടാണ് നമ്മുടെ ഒരു ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു ബാലൻസിങ് നിലനിർത്തുന്നത്. ഭൂമധ്യരേഖ പ്രദേശങ്ങളിലെ പല സസ്യങ്ങളും പൂർണ്ണമായിട്ടും പരാഗണത്തിനും വിത്ത് വിതരണത്തിനും വവ്വാലുകളെ മാത്രം ആശ്രയിക്കുന്നവയാണ്. ഇവ പലതും രാത്രി വിരിയുന്നവയാണ്. വവ്വാലുകൾ ഇല്ലാതാകുകയാണെങ്കിൽ അത്തരത്തിലുള്ള സസ്യങ്ങളൊക്കെ വംശനാശം വരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. 1 മണിക്കൂറിൽ 1200 കൊതുകുകളെ വരെ ഈ കുഞ്ഞു നരിച്ചീറുകൾക്ക് പിടിച്ചു തിന്നാൻ പറ്റും. അതുകൊണ്ട് തന്നെ കൊതുകുകളുടെ നിയന്ത്രണത്തിലും വവ്വാലുകൾക്ക് വലിയൊരു റോളുണ്ട്. ലക്ഷക്കണക്കിന് വർഷമായിട്ട് റൂസ്റ്റ് ചെയ്യുന്ന ചില ഗുഹകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ടൺ കണക്കിനാണ് ഇവയുടെ കാഷ്ടം ഉണ്ടാകുക. അവ വളനിർമ്മാണത്തിനും ഒക്കെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു കാലത്ത് വെടിമരുന്ന് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാക്കിയിരുന്നത് ഇത്തരത്തിലുള്ള വവ്വാലുകളുടെ ഗുഹകളിൽ നിന്ന് ശേഖരിക്കുന്ന കാഷ്ടത്തിൽ നിന്നായിരുന്നു. ഈ പക്ഷികൾക്ക് തൂവലും എയറോഡൈനാമിക് ശരീര രൂപവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പറക്കുന്നതിന് വലിയ അധ്വാനമൊന്നും ആവശ്യമില്ല. എന്നാൽ വാവലുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്തരത്തിലുള്ള തൂവൽ ചിറകുകൾ ഇല്ലാത്തതിനാൽ തന്നെ വെറും ഈ വിരലുകളുടെ ഇടയിലുള്ള പെറ്റാജിയം എന്ന് വിളിക്കുന്ന ഈ സ്ഥലം കൊണ്ട് മാത്രം വീശി ശരീരത്തിന് ഉയർത്തണമെങ്കിൽ വലിയ ഊർജം ആവശ്യമാണ്. പറക്കുന്ന സമയം അത്രയും വലിയ അളവിലുള്ള ഓക്സിജൻ ഇതിൻ്റെ ഹൃദയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ മസിലുകൾക്ക് തുടർച്ചയായിട്ട് ഊർജ്ജം ലഭിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ വലിയ തോതിലുള്ള ഉപാപചയ പ്രവർത്തനങ്ങളുടെ ശരീരത്തിൽ നടന്നുകൊണ്ടേയിരിക്കണം. മെറ്റബോളിക് റേറ്റ് വളരെ കൂടുതലായിരിക്കും. അതിനുവേണ്ടി ഹൃദയം പടപടാതെ മിടിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ഹൃദയം 1 മിനിറ്റിൽ 80 പ്രാവശ്യമൊക്കെ മിടിക്കുമ്പോൾ സാധാരണഗതിയിൽ തന്നെ വവ്വാലുകളുടെ ഹൃദയം 200-400 തവണയൊക്കെയാണ് 1 മിനിറ്റിൽ സ്പന്ദിക്കുക. എന്നാൽ പറക്കുന്ന സമയത്തൊക്കെ വവ്വാലുകളുടെ ഹൃദയം 1 മിനിറ്റിൽ 1000 തവണ പമ്പ് ചെയ്യും. കൂടാതെ ഇവയുടെ ശരീരത്തിൻ്റെ ആകെ വിസ്തീർണത്തിൻ്റെ 85% ഈ ചിറകുകളുടെ വിസ്തീർണമാണ്. അതിലൂടെ ശ്വസനവാതകങ്ങളെ ഡിഫ്യൂഷൻ വഴി കൈമാറ്റം ചെയ്യാനുള്ള കഴിവും ഇവർക്കുണ്ട്. അതായത് മൂക്കിലേക്ക് കൂടി ശ്വാസം കഴിച്ച് മാത്രമല്ല ഇവയുടെ ഓക്സിജൻ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് എന്നർത്ഥം. ഇത്രയധികം ഊർജ്ജം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ പഴംതീനി വവ്വാലുകൾ, വലിയ ഭാരമുള്ള പഴംതീനി വവ്വാലുകളെ സംബന്ധിച്ചിടത്തോളം അവയുടെ ശരീരത്തിൻ്റെ ഇരട്ടി ഭാരം ഭക്ഷണം ദിവസവും കഴിക്കണം. ഷഡ്പദഭോജികളാണെങ്കിൽ അവയുടെ ശരീരഭാരത്തിൻ്റെ 120% ഭക്ഷണം കഴിക്കും. എല്ലാ വവ്വാലുകൾക്കും കാഴ്ചശക്തി വളരെ കുറവാണെന്നും അവ പൂർണ്ണമായിട്ടും ശബ്ദ പ്രതിധ്വനികൾ ഉപയോഗിച്ചാണ് സഞ്ചരിക്കുന്നതെന്നും ഒക്കെയാണ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിരുന്നത്. അതിൽ വലിയ കാര്യമില്ല. എല്ലാ വവ്വാലുകളും അങ്ങനെയല്ല. പഴം കഴിച്ച് ജീവിക്കുന്ന മെഗാബാറ്റുകളിൽ ഒരു സ്പീഷീസൊക്കെ ഒഴിച്ചിട്ട് ബാക്കി മുഴുവൻ എണ്ണവും നല്ല കാഴ്ചശക്തിയുള്ളവരാണ്. അതും മുഖത്തിൻ്റെ മുൻഭാഗത്തോട്ടാണ് ഇവയുടെ കണ്ണുകൾ. അതായത് ബൈനോക്കുലർ വിഷൻ നമ്മളെപ്പോലെ തന്നെ കൃത്യമായിട്ട് ദൂരമൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അതേപോലെ മണമറിയാനുള്ള കഴിവും ഉപയോഗിച്ചിട്ടാണ് ഇവ ഭക്ഷണം തേടുന്നത്. അവ ഈ എക്കോലൊക്കേഷൻ എന്ന് പറയുന്ന ശബ്ദം പ്രതിധ്വനിപ്പിച്ചുണ്ടാക്കുന്ന സഞ്ചാര രീതികളൊന്നും ഉപയോഗിക്കുന്നില്ല. അതിനുള്ള കഴിവും അവർക്കില്ല. എന്നാൽ പ്രാണിപിടിയന്മാരായിട്ടുള്ള കുഞ്ഞൻ ബാറ്റുകൾ, മൈക്രോ ബാറ്റുകൾ ഇത്തരത്തിലാണ് അവർക്ക് കാഴ്ചശക്തി കുറച്ച് കുറവാണ്. അവ രാത്രി സഞ്ചരിക്കുന്നതൊക്കെ വളരെ ചെറിയ പ്രാണികളെയും ഷഡ്പദങ്ങളെയും ഒക്കെ പറക്കലിനിടയിൽ തന്നെ കണ്ടെത്താൻ പറ്റുന്നത് ഈ ശബ്ദം പ്രതിധ്വനിച്ച് വരുന്നതിൽ വെച്ചിട്ടാണ് അവയെ ലൊക്കേറ്റ് ചെയ്യുന്നത്. സഞ്ചാരപാതയിലുള്ള തടസ്സങ്ങൾ, ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ട് നിമിഷാർദ്ധം കൊണ്ട് തിരിച്ച് അത് വരുന്നത് നിന്നും മനസ്സിലാക്കിയിട്ട് തടസ്സങ്ങൾ ഒഴിവാക്കി പറക്കാനൊക്കെ ഈ മൈക്രോബാറ്റുകൾക്ക് വളരെ വേഗതയിൽ തന്നെ പറ്റുന്നുണ്ട്. ഇരുളിൽ ആകാശത്തൂടെ പറന്ന് കളിക്കുന്ന
പ്രാണികളെയൊക്കെ കൃത്യമായിട്ട് പറന്നു പോയിട്ട് പിടിക്കാൻ ഇവർക്ക് പറ്റുന്നത് അതുകൊണ്ടാണ്. അതേസമയം ഇവർക്ക് മഴയുള്ളപ്പോഴും ഇരപിടിക്കൽ വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. മഴത്തുള്ളികളിൽ തട്ടിയിട്ട് ഈ ശബ്ദം പലതരത്തിൽ ചെതറിപ്പോവുകയും ഇവയുടെ ലൊക്കേഷനൊക്കെ കുഴഞ്ഞു മറിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മഴയുള്ള സമയങ്ങളിൽ ഇവ ഇരപിടിക്കാൻ ഇറങ്ങില്ല. വവ്വാലുകളെ സംബന്ധിച്ചിടത്തോളം വിശ്രമ സമയത്ത് എവിടെയെങ്കിലും അനങ്ങാതെ നിൽക്കാം എന്ന് വിചാരിച്ചാൽ അതും പറ്റില്ല. ഇവയുടെ ഭാരം താങ്ങാൻ മാത്രം കരുത്തുള്ളതല്ല ഇവയുടെ കാലുകൾ. ഇവയുടെ പിൻകാലുകൾ പരിണാമപരമായിട്ട് ഈ നടക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് പരിണമിച്ചവേ അല്ല. വളരെ ശോഷിച്ചതും ശരീരത്തിൻ്റെ ഭാരം താങ്ങാൻ മാത്രം കരുത്തില്ലാത്തതുമാണ് ആ പിൻകാലുകൾ. അതിനാലാണ് ഇവർക്ക് പറക്കാത്ത സമയം അത്രയും ഈ പിൻകാലുകളിൽ കൊളത്തി ശീർഷാസനത്തിൽ കിടക്കേണ്ടി വരുന്നത്. അവ എല്ലാ കാര്യങ്ങളും തലകുത്തനെയാണ് കാണുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഈ തൂങ്ങിയുള്ള കിടപ്പ് അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. ഈ പറക്കാൻ കഴിയുമെന്നൊക്കെ പറയുമെങ്കിൽ കൂടി പക്ഷികളെപ്പോലെ നിന്ന് നിൽപ്പിൽ നിന്നും പെട്ടെന്ന് തന്നെ ചിറക് വിടർത്തി വീശി ഉയർന്നു പൊങ്ങാനൊന്നും ഇവർക്ക് പറ്റില്ല. ഹെലികോപ്റ്റർ ഉയരും പോലെ പെട്ടെന്ന് കുത്തനെ ഉയരാനൊന്നും പറ്റില്ല. ചില ഇനങ്ങൾക്കൊക്കെ ഹോവർ മൂത്തുകളെയൊക്കെ പോലെ അല്ലെങ്കിൽ തേൻകുടിയും പക്ഷികളെ പോലെയൊക്കെ വായുവിൽ ഇങ്ങനെ ചിറകടിച്ചിട്ട് നിൽക്കാനൊക്കെ പറ്റുമെങ്കിൽ കൂടി അപ്പോൾ ഓടി വേഗത കൂട്ടി ടേക്ക് ഓഫിനുള്ള ആവേഗം നേടലാണ് ഒരു വഴി. അതിന് മാത്രം കരുത്തുള്ള കാലും ഇവർക്കില്ല. ഞാനൊക്കെ ചെറുപ്പത്തിൽ സൈക്കിൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ചവിട്ടി കയറാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കുന്നിൻ്റെ മുകളിലേക്ക് ഉരുട്ടി കയറ്റി അവിടെ നിർത്തി ഏതെങ്കിലും കല്ലിൽ ചവിട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് അത് ഉരുണ്ട് പോകുമ്പോൾ ബാലൻസ് റെഡിയാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതുപോലെയാണ് വവ്വാലുകളും സത്യത്തിൽ പറന്നു തുടങ്ങുന്നത്. മച്ചിലോ മരക്കൊമ്പിലോ ഒക്കെ ശീർഷാസനത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ പെട്ടെന്ന് അപകടം വന്നാൽ അല്ലെങ്കിൽ പെട്ടെന്ന് പറക്കണം എന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ കാലുകളുടെ കൊളുത്ത് പെട്ടെന്ന് അഴിച്ചങ്ങ് വിടും. അപ്പോഴെന്ത് ചെയ്യും? നേരെ താഴോട്ട് ഇവർ വീഴുകയാണ് ചെയ്യുന്നത്. ആ വീഴ്ചക്കിടയിലാണ് ഇവരുടെ കൈകൾ വിടർത്തി ചിറകാക്കി ഉപയോഗിച്ചുകൊണ്ട് വീശി പതുക്കെ പറന്നു തുടങ്ങുന്നത്. അപ്പം നിലത്ത് വീണ് പോയിരിക്കുന്ന ഒരു വവ്വാലിനെ സംബന്ധിച്ചിടത്തോളം പറക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ കുറച്ചുകൂടി ഉയരമുള്ള ഒരു സ്ഥലത്തേക്ക് എങ്ങനെയെങ്കിലും തത്തിപ്പിത്തി നടന്ന് കയറി അവിടെ പിടിച്ച് കൊളുത്തിയതിന് ശേഷം താഴോട്ട് വീഴുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. അല്ലാതെയും വളരെ കഷ്ടപ്പെട്ടിട്ട് അവ പറന്നു പൊങ്ങുകയും ചെയ്യും. ഇതും ഒരു തരത്തിലുള്ള ഒരു പരിണാമപരമായിട്ടുള്ള അനുകൂലനമാണ്. ഏതെങ്കിലും ഗുഹയുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ പിടിച്ച് കിടക്കുമ്പോൾ ആ സമയത്ത് അവിടെ കാട്ടുപൂച്ചയോ വേറെ ഏതെങ്കിലും അല്ലെങ്കിൽ മൂങ്ങകളോ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ആ നിമിഷം ഇവർക്ക് കൈവിട്ട് പറക്കാൻ പറ്റും. അല്ലായിരുന്നെങ്കിൽ ഇവർ നിലത്ത് വിശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ പറക്കാനുള്ള ശ്രമത്തിനിടയിൽ തന്നെ ശത്രുവിൻ്റെ വായിൽ പെടുകയും ചെയ്യും. മണിക്കൂറുകളോളം ഇങ്ങനെ ശീർഷാസനത്തിൽ കിടക്കുമ്പോൾ തലയിലേക്ക് കൂടുതൽ രക്തം ഊറി വന്ന് തകരാറുകൾ വരാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടല്ലോ. അത്തരത്തിൽ തകരാറ് വരാതിരിക്കാനുള്ള അനുകൂലനങ്ങളും കൂടി ഇവർക്കുണ്ട്. ഇവർ ശീർഷാസനത്തിൽ കിടക്കുന്നു എന്ന് പറയുമ്പോഴും നേരെ തല താഴോട്ട് താഴ്ത്തിയല്ല ഇവർ കിടക്കുന്നത്. വലിയ ഫ്രൂട്ട് ബാറ്റുകൾ എന്ന് പറയുന്ന പഴന്തീരി വവ്വാലുകളൊക്കെ അവയുടെ തല നെഞ്ചത്തോട് ചേർത്ത പോലെ വയറിനോട് ചേർത്ത് ഉയർത്തി പിടിച്ചിട്ടാണ് കിടക്കുക. അതുപോലെ ചെറിയ ഷഡ്പദഭോജികളായിട്ടുള്ള നരിച്ചീറുകളൊക്കെ തല പിറകു വശത്തേക്ക് മടക്കിയിട്ട് ഉയർത്തിപ്പിടിച്ചിട്ടുമാണ് കിടക്കുക. അവയുടെയൊക്കെ തലയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഹൃദയത്തിനോട് ചേർന്നിട്ടുള്ള അതേ ഉയരത്തിലായിരിക്കും അപ്പോഴുണ്ടാകുക. അതായത് കൂടുതൽ രക്തം ഹൃദയത്തിൽ നിന്നും തലയിലേക്ക് വരുന്നതിന് പകരം ഹൃദയവും തലച്ചോറും ഒരേ ലെവലിൽ തന്നെയായിരിക്കും ഉണ്ടാകുക എന്നർത്ഥം. ഇനി ഏറ്റവും കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശീർഷാസനത്തിൻ്റെ ഇടയിൽ തന്നെയാണ് ഇവർക്ക് മലമൂത്ര വിസർജനം ഒക്കെ ചെയ്യേണ്ടത്. അറിയാമല്ലോ, അങ്ങനെ ചെയ്യുമ്പോഴേ ഇവരുടെ ശരീരത്തിലേക്ക് തന്നെയാണല്ലോ മൂത്രവും മലവും ഒക്കെ ആകുക. അതിനും ഇവരൊരു ഉപായമുണ്ട്. മലമൂത്ര വിസർജനം ചെയ്യേണ്ട സമയം ആവുമ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊളുത്തുനിന്ന് മാറ്റി പിടിക്കും. അതായത് പിൻകാലുകളിലുള്ള കൊളുത്ത് മാറ്റി കൈകൾ കൊണ്ട് മുകൾ ഭാഗം കൊളുത്തി പിടിച്ച് കാല് താഴോട്ടാക്കിയിട്ട് മൂത്രവും മലവും ഒക്കെ വിസർജിച്ചതിൻ്റെ ശേഷം ഒന്ന് കുടഞ്ഞ് ശരിയാക്കി വീണ്ടും തിരിച്ച് പഴയതുപോലെ തന്നെ കാലിൽ കൊളുത്തി താഴോട്ട് ഞാഴ്ന്ന് കിടക്കും. ഇതേപോലെ തന്നെ പെൺ വവ്വാലുകൾ പ്രസവ സമയത്തും ഒരു പ്രശ്നമുണ്ടല്ലോ. ഗർഭാശയത്തിൽ നിന്നുള്ള ദ്രാവകങ്ങളും രക്തവും ഒക്കെ ഇവയുടെ ശരീരത്തിലാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ സമയത്തും പ്രസവ സമയത്തും ഇത് വീണ്ടും ഇതുപോലെ മലമൂത്ര വിസർജനം ചെയ്യുന്നത് പോലെ തന്നെ പ്രത്യേക തരത്തിൽ കൊളുത്തി പിടിച്ചുകൊണ്ടാണ് കൈകൾ കൊണ്ട് തന്നെ ഒരു കൊട്ട പോലെയാക്കിയിട്ട് അതിലേക്കാണ് പ്രസവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞ് താഴോട്ട് വീണുപോയി ചത്തുപോകുന്നത് ഒഴിവാകുകയും ചെയ്യും. ഏത് കാലത്ത് ഇണചേർന്നാലും പ്രസവം ഏത് സമയത്തായിരിക്കണം? കുഞ്ഞുങ്ങൾക്ക് ധാരാളം ഭക്ഷണം കിട്ടുന്ന സമയത്ത് തന്നെ, ശത്രുക്കളൊക്കെ കുറഞ്ഞ, അപകട ഭീഷണി കുറഞ്ഞ, കൂടുതൽ ഭക്ഷണമൊക്കെ ലഭ്യമാകുന്ന സമയത്ത് തന്നെ പ്രസവം നടത്താൻ വേണ്ടിയിട്ട് പറ്റും ഇവർക്ക്. അതായത് അത്തരത്തിൽ ഇവരുടെ ഗർഭത്തിൻ്റെ കാലയളവിനെ മാറ്റാനുള്ള പ്രത്യേക കഴിവ് വവ്വാലുകൾക്കുണ്ട്. അത് ബീജം ഉള്ളിൽ ശേഖരിച്ച് വെച്ച് അണ്ടമായിട്ട് ചേരുന്ന സമയം ക്രമീകരിച്ചോ, ബീജസങ്കലനം കഴിഞ്ഞാലും ഗർഭാശയത്തിലേക്ക് ഈ സിക്താണ്ഡം നീങ്ങുന്നത് തടഞ്ഞ് അതിനെ അണ്ടനാളികളിൽ തന്നെ സൂക്ഷിച്ച് വെച്ച് താമസിപ്പിച്ചോ, സിക്താണ്ഡത്തിൻ്റെ വളർച്ചയെ നിയന്ത്രിച്ചോ ഒക്കെ പ്രസവത്തിൻ്റെ സമയം അതിൻ്റെ ഇഷ്ടാനുസരണമാക്കി മാറ്റാൻ ഇവർക്ക് പറ്റും. ഒരു വർഷം ഒരു കുഞ്ഞ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വളരെ അപൂർവമായിട്ടാണ് 2 കുഞ്ഞുങ്ങൾ ഇരട്ടകൾ പ്രസവിക്കാറുള്ളത്. അപ്പോൾ ഇതിന് പാല് കൊടുക്കാനുള്ള ഒരു ജോഡി മുലകൾ
പെൺ വവ്വാലുകളുടെ നെഞ്ചു ഭാഗത്ത് തന്നെയാണുള്ളത്. ഈ കുഞ്ഞുങ്ങളെ ഇരപിടിയന്മാരിൽ നിന്നും രക്ഷിക്കുക എന്നുള്ളത് അമ്മ വവ്വാലുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ്. വളരെ നാളുകളോളം അതിൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചൊക്കെ തന്നെയാണ് ഇവ ജീവിക്കുന്നത്. ഇവയുടെ റൂസ്റ്റിംഗ് സൈറ്റുകളിലും ഗുഹകളിലും ഒക്കെ ഇവ കുഞ്ഞുങ്ങളെ ആക്കിയിട്ട് ഇര തേടാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ലക്ഷക്കണക്കിന് വവ്വാൽ കുഞ്ഞുങ്ങളുണ്ടാവും. അതിൽ നിന്നും തൻ്റെ കുഞ്ഞിനെ മാത്രം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അതിന് ഭക്ഷണം കൊടുക്കുന്നത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. പ്രത്യേകതരം ശബ്ദവും മണവും ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇരുളിൽ സ്വന്തം കുഞ്ഞിനെ അമ്മ തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ കുഞ്ഞമ്മയെ തിരിച്ചറിയുന്നത്. മൈക്രോബാറ്റുകൾ സഞ്ചാരത്തിനായിട്ട് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മാഗ്നെറ്റോ റിസപ്ഷൻ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. വളരെ വിസ്താരമുള്ള ഈ ചിറകുകൾ വലിയ തോതിലുള്ള താപനഷ്ടം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ തണുപ്പ് കാലത്തൊക്കെ ഇവ കഴിയുന്നതും ഇങ്ങനെ ഒരു ബോൾ പോലെയൊക്കെ കൂടി ചുരുട്ടിക്കൂട്ടി അതിൻ്റെ ഉള്ളിൽ തലയൊക്കെ വെച്ചുകൊണ്ട് ചുരുണ്ടുകൂടി കഴിയാനാണ് ശ്രമിക്കുക. ഉഷ്ണകാലത്ത് അതേസമയം പകൽ സമയത്ത് ഈ ചിറകുകൾ വിടർത്തി പിടിച്ചും അത് ഇടയ്ക്ക് അനക്കിയും ശരീരത്തിലും അതേപോലെ ചിറകുകളിലും ഒക്കെ ഉമിനീർ പുരട്ടിയൊക്കെ തണുപ്പിക്കാനും അവ ശ്രമിക്കും. കൊടും ശൈത്യത്തിൽ അല്ലെങ്കിൽ മഞ്ഞുകാലത്തൊക്കെ ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങളൊക്കെ കുറച്ച് ശരീരോഷ്മാവ് സ്വയം താഴ്ത്തി ടോർപോർ എന്ന് പറയുന്ന ഒരു പ്രത്യേകതര ഹൈബർനേഷനിൽ കഴിയാൻ വേണ്ടിയിട്ട് ചില ഇനം വവ്വാലുകൾക്കൊക്കെ കഴിവുണ്ട്. ഫ്രൂട്ട് ബാറ്റുകൾ 20 തൊട്ട് 30 വർഷമൊക്കെ ജീവിക്കും. വലിയ ആയുസുള്ളവരാണ് ഫ്ലൈയിങ് ഫോക്സുകൾ എന്ന് വിളിക്കുന്ന വലിയ ഫ്രൂട്ട് ബാറ്റുകൾ. ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ചിട്ട് ഏറ്റവും കൂടിയ ആയുസ് 42 വർഷമാണ് ഒരു ഫ്രൂട്ട് ബാറ്റ് ക്യാപ്റ്റിവിറ്റിയിൽ നിരീക്ഷിച്ചിട്ടുള്ളത്. അതേസമയം നരിച്ചീറുകൾ എന്ന് വിളിക്കുന്ന ചെറിയ ബാറ്റുകളെ സംബന്ധിച്ചിടത്തോളം 3 തൊട്ട് 7 വർഷം വരെയാണ് അവയുടെ ആയുസ്. ടെറോപ്പസ് വിഭാഗത്തിൽപ്പെടുന്ന ഫ്രൂട്ട് ബാറ്റുകളാണ് ഈ നിപ്പയൊക്കെ പരത്തുന്നത് എന്ന് നമുക്കറിയാം. എത്രയോ ലക്ഷം വർഷമായിട്ട് ഇത്തരത്തിലുള്ള ബാറ്റുകളുടെ ഉള്ളിൽ നിപ്പ പോലുള്ള പലതരത്തിലുള്ള വൈറസുകൾ ഗുപ്തമായിട്ട് അതിൻ്റെ ഉള്ളിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ കഴിയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ബാറ്റുകൾക്ക് പലതരം സ്ട്രെസ്സുകൾ വരുമ്പോഴും അവരുടെ റൂസ്റ്റിംഗ് സൈറ്റുകൾ, അവരുടെ ചേക്കേറുന്ന ഇടങ്ങളൊക്കെ നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇവയുടെ ഉള്ളിലുള്ള വൈറസുകളുടെ ലോഡ് കൂടുകയും അവയുടെ ഉമിനീരിലൂടെയൊക്കെ പുറത്ത് വന്നിട്ട് നമുക്ക് രോഗമൊക്കെ വരുന്നത്. ഈ വൈറസുകളെ കൊണ്ട് ഇവർക്കൊന്നും യാതൊരു കുഴപ്പവും ഉണ്ടാകാതെ എത്രയോ ലക്ഷം വർഷമായിട്ട് ഇവരിങ്ങനെ ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള വൈറസുകളുടെ സംഭരണിയായിട്ട് അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്തുകൊണ്ടാണ് അവർക്ക് ജീവാപായമൊന്നും വരാത്തത്, മലേഷ്യയിലൊക്കെ നിപ്പ തുടങ്ങുന്നത് എങ്ങനെയാണ്, നമ്മുടെ കേരളത്തിലും ഇത്തരത്തിലുള്ള നിപ്പ കഴിഞ്ഞ കുറേ വർഷമായിട്ട് തുടർച്ചയായിട്ട് വരുന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട്, അതിനുള്ള പരിഹാരമായിട്ട് വവ്വാലുകളെ കൊല്ലുകയോ അവയുടെ റൂസ്റ്റിംഗ് സൈറ്റുകൾ നശിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അപകടം ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെയുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുകൂടി ദയവായിട്ട് പൂർണ്ണമായിട്ട് കാണുക, എങ്കിൽ മാത്രമേ ഈ ബാറ്റുകളെ പറ്റിയിട്ടുള്ള ഈ വീഡിയോ പൂർണ്ണമാവുകയുള്ളൂ.